കനത്ത മഴയായതുകൊണ്ട് അരുവിക്കര ഡാമിന്റെ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജില്ലയിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കുമ്പോൾ അതിന്റെയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി ജനങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ കൂടി ഉയർത്തിയിട്ടുണ്ട്. ഡാമിന്റെ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? നെയ്യാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ എന്താണ്? പൂജ, ഇന്നൊരു 11 മണി മുതൽ മലയോര മേഖലയിൽ അങ്ങനെ കാര്യമായ മഴ പെയ്യുന്നില്ല, അതിശക്തമായ മഴ ഉണ്ടാകുന്നില്ല. ഇന്നലെ രാത്രിയും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയും എല്ലാം ശക്തമായ മഴയായിരുന്നു. അങ്ങനെ വനമേഖലയിൽ മഴ പെയ്തതിനെ തുടർന്നാണ് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത്. അരുവിക്കര ഡാം രാവിലെ തന്നെ തുറന്നിരുന്നു. അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഏകദേശം 100 സെൻറ്റിമീറ്ററോളം ഉയർത്തിയിട്ടുണ്ട്. 5 ഷട്ടറുകളാണ് ഉയർത്തി വെച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നെയ്യാർ ഡാമിൻ്റെ ഷട്ടറും ഉയർത്തിയിരിക്കുന്നത്. 4 ഷട്ടറുകൾ 10 സെൻറ്റിമീറ്റർ വീതം, ആകെ 40 സെൻറ്റിമീറ്റർ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വെള്ളം പുറത്തേക്ക് വിടുന്നത്. ഇതിൻ്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അരുവിക്കരയിൽ നിന്നുമുള്ള വെള്ളം കൂടി എത്തുകയാണ്. അപ്പോൾ അരുവിക്കരയിൽ നിന്ന് ശക്തമായ ഒഴുക്കാണ് പുറത്തേക്ക് ഉണ്ടാകുന്നത്. ആ വെള്ളം കരമനയാറ്റിലും കിള്ളിയാറ്റിലും എല്ലാം എത്തും. അപ്പോൾ സ്വാഭാവികമായും തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇന്നലെ പെയ്ത മഴയുടെ ഒരു തീവ്രത മനസ്സിലായതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴും വെള്ളം ഒരുപാട് ഒഴുകി ഡാമിലേക്ക് എത്തുന്നുണ്ട്. അതിനാൽ കുറേ അധികം സമയം തുറന്നു വെച്ചാൽ മാത്രമേ വെള്ളത്തിൻ്റെ ഒരു തോത് നിയന്ത്രിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇനി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ഷട്ടർ ഉയർത്തേണ്ടിയും വരും.